നമസ്കാരം. 91 ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. കുഞ്ഞുനാളിൽ തന്നെ പാടുമായിരുന്നു. അതുകൂടാതെ ഇതിലേക്ക് വരുന്നത് ഒരു പ്രീ ഡിഗ്രിയൊക്കെ സമയമായപ്പോഴാണ് ഞാൻ പാട്ടിൻ്റെ ലോകത്തേക്ക് വരുന്നത്. പിന്നീട് റെക്കോർഡിങ് ഫീൽഡിലോട്ടായി. ആദ്യം സംഗീത ലോകത്ത് സംഗീതം പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടായിരുന്നു. അതിലൂടെ വന്ന് ഞാൻ സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് കയറി, ടാലൻറ്റ് പബ്ലിക് സ്കൂളിൽ ഞാറയ്ക്കൽ. അത് കഴിഞ്ഞതിന് ശേഷമാണ് റെക്കോർഡിങ്ങിന് കയറുന്നത്. ആദ്യമായിട്ട് റെക്കോർഡിങ് ചെയ്തത് ആലാപ് സ്റ്റുഡിയോയിലാണ്. വേണി ഇഗ്നേഷ്യസ് മ്യൂസിക് ചെയ്ത അലക്സ് പയ്യമ്പള്ളി അച്ഛൻ്റെ മിശിക ചരിത്രം എന്ന ഒരു ക്രിസ്ത്യൻ ആൽബത്തിലാണ് ആദ്യമായിട്ട് പാടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നില്ല. പിന്നെ അങ്ങ് ക്രിസ്ത്യൻ ഡിവോഷണലും ഹിന്ദു ഡിവോഷണലും മുസ്ലിം മാപ്പിള ഡിവോഷണലും എല്ലാം ഡിവോഷണലായിരുന്നു കൂടുതൽ പാടിയത്. 95, 96 സിനിമയിൽ പാടുന്നത്. കല്യാണപ്പിറ്റ എന്നുള്ള പാടാണ്. കെ ഹരിദാസിൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ സംഗീത സംവിധാനത്തിലായിരുന്നു ആ ഒരു സിനിമ. അതിൻ്റെ ടൈറ്റിൽ സോങ് ആയി തെച്ചിമലർക്കാടുകളിൽ. തെച്ചിമലർക്കാടുകളിൽ കൊച്ചരുവി പാട്ടൊഴുകും പിച്ചകപ്പു മലയാളം. തെച്ചിമലർക്കാടുകളിൽ കൊച്ചരുവി പാട്ടൊഴുകും പിച്ചകപ്പു മലയാളം. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ പാട്ട്. അത് ടൈറ്റിൽ സോങ് ആയിരുന്നു. എങ്കിലും അത് പാടുവാനുള്ള ഭാഗ്യം അന്നുണ്ടായി. അത് രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ സംഗീത സംവിധാനത്തിൽ. പിന്നീട് സിനിമയിലൊരു വിദ്യാസാഗർ സാറിൻ്റെ കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് പാടി. മഞ്ഞുമാസ പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ, മൗനം പൂക്കും നെഞ്ചിൻ മുളം തണ്ടിൽ പാട്ടുണ്ടോ, എന്തിനീ ചുണ്ടിലെ ചെമ്പനീർ മലർ ചെണ്ടുകൾ വാടുന്നു, എന്നും ഈ മാമരച്ചായയിൽ മഴപ്പൂക്കളായി പെയ്യുന്നു. സിനിമയില് ഒരു 95, 96 സിനിമയില്. ആ സിനിമയിൽ വന്നതിന് ശേഷം ഒരു 25ഓളം പടത്തിൽ പാടി. ഒരുവിധപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് അന്നുള്ള നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ പാടുവാനുള്ള ഭാഗ്യം എനിക്ക് ആ സമയത്തുണ്ടായി. അതായത് ഒരു 25ഓളം പടത്തിലേ പാടിയിട്ടുള്ളൂ. എങ്കിൽ കൂടെ അങ്ങനെ ഒരുവിധപ്പെട്ടവരുടെ എന്താ പറയുക, പിന്നെ മ്യൂസിക് ഡയറക്ഷനിൽ കുറേ പാട്ടുകൾ പാടുവാൻ ഭാഗ്യമുണ്ടായി. നാടകഗാനങ്ങൾ പാടുവാനുള്ള വലിയ ഭാഗ്യമുണ്ട്. അത് നാടകഗാനം ഞാൻ പാടാം. ഞാൻ ബാലമാഷിൻ്റെ ഒരു പാട്ട് ഞാൻ പാടാം. അത് ആരോ വരുന്നു, ആരോ വരുന്നു, ആരോ മലേ പൂന്നൊളിക്കൂ, ആരോ വരുന്നു, ആരോ വരുന്നു, ആരോ മലേ പൂന്നൊളിക്കൂ. അത് കലവൂർ ബാലമാഷിൻ്റെ പാട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു. ഞാനും പഴയ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു വലിയൊരു ഓർമ്മയും ഹൃദയത്തിൽ എന്നും ഇങ്ങനെ താലോലിക്കുന്നതുമാണ് മലയാളി പഴയ പാട്ടുകൾ. പ്രത്യേകത ഇന്നിൻ്റെ സൗന്ദര്യം അല്ലെ ഇന്നിൻ്റെ പാട്ടിൻ്റെ സുഖങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ തലമുറയെ മാത്രമാണ് അത് കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത്. ഇന്നത്തെ തലമുറയാണ് അത് കൂടുതൽ സ്നേഹിക്കുന്നത്. അല്ലാതെ പഴയ ആൾക്കാർ ഒരിക്കലും പഴയ പാട്ടിനെ മറക്കുന്നില്ല. അവർ പിന്നെ ഇന്നത്തെ തലമുറയും പഴയ പാട്ടുകളെടുത്ത് ആണ് മത്സരങ്ങൾക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ സിനിമയുടെ പാട്ടുകളല്ല കുഞ്ഞുങ്ങൾ പാടുന്നത്, എല്ലാം പഴയ പാട്ടുകളാണ്. അപ്പോൾ അത് എത്രത്തോളം ജനഹൃദയങ്ങളിൽ ഈ പഴയ പാട്ട് കുടികൊള്ളുന്നു എന്നുള്ളതാണ്. മലയാളിക്ക് ഒരിക്കലും ഒരുപക്ഷെ മറക്കുവാൻ സാധിക്കുന്നത്. അന്ന് കേരളത്തിൻ്റെതായ ഒരു തനിമയുണ്ട്. ആ തനിമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മളുടെ തനിമ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരിക്കലും സംഗീതം ആർക്കും അരോചകമായിട്ട് മാറത്തില്ല. എല്ലാവരുടെ ഹൃദയങ്ങളിലും പഴയ പാട്ട് തങ്ങി നിൽക്കുന്നത് പോലെ തന്നെ ഇന്നത്തെ പാട്ടുകൾ പലതും കൊണ്ട് തങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ ആയിത്തീരുക. അതുപോലെ ആയിത്തീർന്നാൽ നമുക്ക്
നമ്മുടെ സംഗീതം, നമ്മുടെ തനതായ സംഗീതം, അത് അത് അതാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം. ഡിവോഷണൽ, ക്രിസ്ത്യൻ ഡിവോഷണലാണ് ഞാൻ 10,000 പാടിയിട്ടുള്ളത്. അതെ, മാർക്കോസ് ചേട്ടനും ഞാനും കെസ്റ്ററും ഒരുപാട് പാട്ടുകാർ, ഗായ്മിൻമിനിയും ഒരുപാട് പാട്ടുകാരുണ്ട്. പാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇപ്പം അമ്പലങ്ങളിൽ നമ്മൾ ഹിന്ദു ഡിവോഷണൽ എന്ന് പറഞ്ഞ ഒരു സീസണുണ്ട്, നമുക്ക് ആ സീസണിലെ അത് എല്ലാവരും ഇറക്കുള്ളൂ. പക്ഷെ ക്രിസ്ത്യൻ ഭക്തിഗാനത്തിൻ്റെ ഒരു സീസണില്ല. അത് തന്നെയല്ല, അത് എല്ലാവർക്കും പാടാം, എല്ലാവരും പാടുകയാണ്. ഇന്ന ആൾക്ക് ഇന്ന മതം എന്നൊന്നുമില്ല, എല്ലാ മതസ്ഥരും കൂടുതൽ പാടുന്ന ക്രിസ്ത്യൻ ഡിവോഷണലാണെന്നാണ് എൻ്റെ വിശ്വാസം. അവരതിനെ സംഗീതത്തിൽ അങ്ങനെ മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും വേർതിരിക്കാനും ഇല്ല. കാരണം സംഗീതം എല്ലാവർക്കും ഒരുമിച്ചുള്ളതാണ്, മാറ്റങ്ങളില്ല. മനുഷ്യരിൽ മാറ്റങ്ങളുണ്ടാവും, മതവും ജാതിയൊക്കെ. സംഗീതത്തിന് മാറ്റമില്ല. സംഗീതം എല്ലാവർക്കും തുല്യം. ഈശ്വരൻ, സംഗീതമാകുന്ന ഈശ്വരൻ അതെല്ലാവർക്കും ഒരേപോലെയാണ്. അത് ക്രിസ്ത്യൻ ഡിവോഷണലാണ്. ക്രിസ്ത്യൻ ഡിവോഷണലിൽ എനിക്ക് എല്ലാ പാട്ടുകളും വളരെയധികം ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. എങ്കിലും ഇപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ, നമ്മുടെ ഇപ്പം ഇന്ന് ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമയമൊക്കെ ആയതുകൊണ്ട് എനിക്കിഷ്ടമുള്ളൊരു പാട്ട് ഞാൻ പാടാം. മഞ്ഞു പൊഴിയുന്ന മാമരം കോച്ചുന്ന മലനിരത്തിളങ്ങുന്ന ബദ്ലേഹേമിൽ യൗസേപ്പും മേരിയും മുട്ടി വിളിക്കുന്നു, ഈ ലോകനാഥൻ ഇടം തരില്ലേ. യൗസേപ്പും മേരിയും മുട്ടി വിളിക്കുന്നു, ഈ ലോകനാഥൻ ഇടം തരില്ലേ. മഞ്ഞു പൊഴിയുന്ന മാമരം കോച്ചുന്ന മലനിരത്തിളങ്ങുന്ന ബദ്ലേഹേമിൽ. എനിക്കിത് വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. ദാസേട്ടൻ പാടിയതാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അതെ, സംഗീതം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സംഗീതം അത് തമ്മിൽ, കാരണം ഗായികയായിട്ട് എനിക്കൊരു പക്ഷേ പാടി ജനങ്ങളാൽ അറിയപ്പെട്ട ഒരു വ്യക്തിയായിട്ടും അത് ഞാൻ മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, മറ്റുള്ള ഗായകരൊന്നും അങ്ങനെ വരത്തില്ല. കാരണം സംഗീതം എന്ന് പറഞ്ഞാൽ വളരെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഒന്നാണ്. സംഗീതം കിട്ടുന്നവർ ഒരുപാട് ജോലികൾ എടുക്കുകയോ അമിത ഭാരം വലിക്കുകയോ ഒന്നും പാടില്ല എന്നുള്ളതാണ്. കാരണം തൊണ്ടയിൽ പലതും തടസ്സമായിട്ട് വരും. ഒരു കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഗായകർക്ക് അതിൻ്റെ മാറ്റങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ ഞാൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് ചലിച്ചപ്പോൾ എനിക്കും സംഗീതത്തിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് എല്ലാവരെ പോലും വിശ്രമിച്ചുകൊണ്ട് സാധകം ചെയ്യുവാനോ ഒന്നിനും സമയമില്ല. പക്ഷേ നമ്മൾ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ത്യാഗങ്ങൾ അത് ഇതിലുണ്ട്. ഇത് രാഷ്ട്രീയ ജീവിതം ത്യാഗമാണ്. മനുഷ്യനായിട്ട് തീരത്തില്ല. മനുഷ്യനാകുന്നത് നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി, അല്ലെ സങ്കടപ്പെടുന്നവന് വേണ്ടി ഇറങ്ങി സഞ്ചരിക്കുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യനായിട്ട് തീരുന്നത്. അപ്പോൾ ആ മനുഷ്യരാകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് രാഷ്ട്രീയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിൽ ഒരുപാട് ത്യാഗമുണ്ട്, ഒരുപാട് അപമാനമുണ്ട്. കാരണം എന്ത് നല്ലത് ചെയ്താലും ചിലപ്പോൾ നമ്മൾ അപമാനിക്കപ്പെടുന്നു. നമ്മളുടെ ജീവിതം നമുക്ക് സന്തോഷിക്കാനോ സുഖിക്കാനോ ഇല്ലാത്ത സമയങ്ങളില്ല, ഒന്നിനും സമയമില്ല. നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല, വീട്ടിൽ ഇരുന്ന് സാധകം ചെയ്യാൻ സമയമില്ല, ഭക്ഷണം കഴിക്കുവാൻ നമുക്ക് സമയം കിട്ടാറില്ല, തോന്നിയ സമയത്ത് ഭക്ഷണം കഴിക്കുന്നു. ഇത്രയും ത്യാഗം അനുഷ്ഠിച്ചാലും ഒരുപക്ഷെ തിരിച്ചു കിട്ടുന്നത് നമുക്ക് കിട്ടുന്ന ഒരുപക്ഷെ വേദനകളായിരിക്കാം ആയിട്ട് മാറുന്നത്. അതായത് നമ്മൾ ഒരു ഇലക്ഷന് നിൽക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഏകദേശം ജനങ്ങൾക്ക് ധാരണ ഉണ്ടാവണം. വലിയ വലിയ കാര്യത്തിന് പഞ്ചായത്തിൽ നമുക്ക് വാർഡ് മെമ്പറായിട്ട് നിൽക്കുമ്പോൾ ആ പ്രദേശത്തുള്ളവരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവാണ് ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നത്. കാരണം ആ തിരിച്ചറിവിൽ അവരെത്ര നല്ലതാണ് എന്നുള്ളതുണ്ട്. അപ്പം അതുപോലെ തന്നെ നിയമസഭയിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ തിരിച്ചറിവ് വേണം. ജനങ്ങൾ അതിനെ ഉൾക്കൊള്ളണമെങ്കിൽ അത് ഞാനൊരു ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് നേരെ ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ല. അപ്പോൾ ഗായിക ആയതുകൊണ്ട് ഞാൻ ആരെയും ചതിക്കില്ല, ഒരു ഗായികയല്ലയോ അതൊരു പാവം, അത് ആരെ എന്ത് ചെയ്യാനാണെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു, നിഷ്കളങ്കരായ മനുഷ്യർ ചിന്തിക്കുന്നു.
അതുകൊണ്ടാണ് അവർ വിശ്വസിച്ച് നമ്മളെ വിജയിപ്പിക്കുന്നത്. അത് ഗായിക കൂടി ആയതുകൊണ്ടാണ്, ഞാൻ കലാകാരി ആയതുകൊണ്ടാണ്. കലാകാരിയായി മറ്റുള്ളവൻ്റെ ഹൃദയത്തിൽ നമ്മൾ സ്ഥാനം നേടിക്കഴിഞ്ഞു. അപ്പോൾ ജനങ്ങൾ അതിനെ അംഗീകരിക്കുന്നു. ആ കലയെയും കൂടെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരു കലാകാരിക്കോ അല്ലെങ്കിൽ ഒരു കലാകാരന് ഒരിക്കലും മനുഷ്യനെ ചതിക്കാൻ സാധിക്കില്ല എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അതാണ് ഈശ്വരൻ. കലയെന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. വർഷങ്ങൾക്ക് മുന്നെയാണ് 7000 എന്ന് കണക്ക് കൂട്ടിയത്. പിന്നെ ഇങ്ങോട്ട് കണക്കെടുത്തില്ല. അപ്പം അതിലും കൂടിയിട്ടുണ്ട്. ഞാൻ എന്നും അപ്പം എൻ്റെ പലരും പറയും എപ്പോഴും 7000 എന്നാണല്ലോ പറയുന്നതെന്ന് പറയും. ഇപ്പോൾ വർഷം 2 7000 പറയാൻ തുടങ്ങിയിട്ട്. അപ്പം അത് കഴിഞ്ഞ് എത്രയോ പാട്ടുകൾ പാടി. അപ്പം അത് നമുക്ക് കണക്ക് കൂട്ടാനുള്ള എങ്കിലും ഒരു ആവറേജ് 7000 നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒത്തിരി പാടി, ഒരുപാട് പാടി. ജാനകിയമ്മ ആഴക്കടൽ പാടി. അത് പാടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേരായിരുന്നു. കാരണം വെച്ചാൽ എന്നെ എല്ലാ വേദിയിലും എനിക്ക് ഗാനമേള, പുറം രാജ്യത്ത് ഗാനമേള, നാട്ടിൽ ഗാനമേള, എല്ലാവരും വിളിക്കുക. എന്താ കാര്യം നോക്കിയപ്പോൾ ആഴക്കടൽ പാടണം. അത് നിങ്ങൾ പാടിയതല്ലേ, അത് പാടണമെന്നാ പറയണേ. ജാനകിയമ്മ പാടിയ പാട്ടാണ്. പക്ഷെ ജനങ്ങൾ ദലീമ പാടിയെന്ന് വിചാരിക്കും. അതങ്ങനെ ഒരു അത് മാറിപ്പോണുണ്ട് കുറച്ചൊക്കെ. എന്ന് വെച്ചാൽ അത് കുറച്ചേ ഉള്ളൂ. എൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ജാനകിയമ്മയുടെ അത്രയും മനോഹരമായൊരു സൗണ്ടിന് ഉടമയൊന്നും അല്ല. ഞാനിവിടെ ഒരു കിളിനാഥമല്ലേ, എന്ത് മനോഹരമായ സൗണ്ടാണ്. ഞാൻ എല്ലാ പാട്ടും സ്ലോ പാട്ടുകൾ എനിക്ക് സ്പീഡുള്ള പാട്ടുകളൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. എന്നാലും ഡാൻസ് डांस लेट्स डांस इरा तुम्हें जो मजा है, मजा ये कुछ नया नया है, किड़ी को आज क्या हुआ है कि झूमता ही जा रहा है, झूम 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 बाबा, झूम 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 बाबा. 91 ന്യൂസിൻ്റെ പ്രേക്ഷകരോടൊരു ഗായിക എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്, നമ്മളെല്ലാം ഞാൻ എപ്പോഴും പറയും, എല്ലാ വേദിയിലും പറയും, നമ്മൾ ഈ ഭൂമിയിൽ ജസ്റ്റ് കടന്നു പോകാൻ വന്ന മനുഷ്യർ മാത്രം. ചില മനുഷ്യർ സ്വയം സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ കൊട്ടാരങ്ങളിലൊക്കെ ജീവിച്ച് ഒരുപാട് പണപ്രാപ്തിയിലൊക്കെ ജീവിച്ച് സന്തോഷങ്ങൾ, അതിൽ വരുന്ന സന്തോഷങ്ങളൊക്കെ അവരൊക്കെ നേടി. പക്ഷേ കടന്നു പോകുമ്പോൾ ശൂന്യരായിട്ട് കടന്നു പോകും. ഒന്നുമില്ല, കയ്യിലൊന്നും കൊണ്ടുപോകാനില്ല, നമുക്കൊന്നും ഇല്ല കൊണ്ടുപോകാൻ. പക്ഷെ ചില മനുഷ്യർ തങ്ങളുടെ പാദമുദ്ര പതിപ്പിച്ച് കടന്നു പോകും. മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടി അവർക്ക് വേണ്ടി ജീവിച്ച് ഒന്നുമില്ലാതെ, ഒന്നും ഭൂമിയിൽ സമ്പാദിക്കാതെ അവർ കടന്നു പോകും. പക്ഷേ അവർ നിലനിൽക്കും എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ മനുഷ്യൻ. അതേ ഉള്ളൂ, സ്നേഹമേ ഉള്ളൂ നിലനിൽക്കുന്നതായിട്ട്. ഒന്നും നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനൊന്നുമില്ല, പിന്തിരിഞ്ഞ് പോയാലും എടുക്കുവാനൊന്നുമില്ല. ഏത് നിമിഷവും, അടുത്ത നിമിഷങ്ങളും നമുക്കുള്ളതല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അടുത്ത നിമിഷവും നമുക്കുള്ളതല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ നമ്മൾ ജീവിക്കുക. നമ്മൾ വിഡ്ഢിയാകാതിരിക്കുക. നമ്മൾ ഈ നേട്ടങ്ങളെല്ലാം ഇവിടെ നേടുന്നത് നമ്മൾ വിഡ്ഢികളായതുകൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. വിഡ്ഢികളല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ജീവിക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിയുള്ളവനായിട്ട് മാറുന്നു. അതാണ് ഈ ക്രിസ്മസിന് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു വാക്കുകൾ. കാവൽ മാലാഖമാരേ, കാവൽ മാലാഖമാരേ, കണ്ണടയ്ക്കരുതേ, താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുമ്പോൾ